അർജുന് ചിത ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഉച്ചയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇനി ഒരിക്കൽ കൂടി അർജുൻ ആ വീട്ടിലേക്കില്ല. ജൂലൈ 18 ലോറിയിൽ അർജുൻ അവിടെ എത്തേണ്ടതായിരുന്നു, എത്തിയില്ല. ഒടുവിൽ ഇന്ന് സെപ്റ്റംബർ മാസം 28 അർജുൻ ആ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ പുഞ്ചിരിയോടെ കാത്തിരിക്കാൻ ആർക്കും കഴിയില്ല. ആ നാടും ആ വീടും ഒരു കണ്ണീരായി മാറുന്ന കാഴ്ചയാണ്. ഹൃദയം പൊട്ടിപ്പോകുന്ന കാഴ്ചകൾ. അർജുനെ കേരളം മാറോടണച്ച് വിട ചൊല്ലുകയാണ്. അർജുൻ കേരളത്തിൻ്റെ മകനാണ്. അർജുൻ കേരളത്തിൻ്റെ പുത്രനാണ്. ജനനേതാക്കൾ, ജനപ്രതിനിധികൾ എല്ലാവരും ആ വീട്ടിലുണ്ട്. ഒരു സാധാരണക്കാരന്, ഒരു സാധാരണ മനുഷ്യന് ഇതുപോലെ ഒരു യാത്രയയപ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാർവാർ MLA അദ്ദേഹം നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ 140 MLA-മാരുണ്ടെങ്കിൽ 141ാമത്തെ MLA ആണെന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ ഈ കാലം അത്രയും കൂടെ നിന്ന ആളാണ്. നമ്മുടെ ജനപ്രതിനിധികളുണ്ട്, MK രാഘവൻ അടക്കമുള്ള ആളുകളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. അദ്ദേഹം സതീഷ് കൃഷ്ണ സെയിൽ ആ വീട്ടിൽ നിന്ന് മടങ്ങുകയാണ്. കടപ്പാടുണ്ടാകണം ഈ മനുഷ്യനോട്. ഉണ്ണാതെ ഉറങ്ങാതെ ഈ ദൗത്യത്തിന് കാവൽ നിന്ന, ഈ ദൗത്യത്തെ ഏകോപിപ്പിച്ച ആളാണ്. നമുക്ക് അദ്ദേഹത്തോട് കടപ്പാടുണ്ടാകണം, കേരളത്തിന് കടപ്പാടുണ്ടാകണം. അദ്ദേഹം മടങ്ങുകയാണ്. മറ്റ് നേതാക്കളുണ്ട്. മഞ്ചേശ്വരം MLA AK അഷ്റഫ്, മുസ്ലിം ലീഗ് നേതാവ് PK ഫിറോസ് അടക്കമുള്ള ആളുകൾ സതീഷ് കൃഷ്ണ സെയിലിന് ഒപ്പമുണ്ട്. MK രാഘവൻ MP വലിയ പരിശ്രമം നടത്തിയ ആളാണ്. അർജുനെ അവസാനമായി യാത്രയാക്കുമ്പോൾ നമുക്ക് മറക്കരുതാത്ത ഒരുപാട് പേരുകളുണ്ട്. അതിലെ ആദ്യ പേരുകാരിൽ ഒരാൾ